ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് ശരിക്കും. വളരെ സ്പെഷ്യലാണ്. കാരണം കുഞ്ഞുനാൾ തൊട്ടിട്ട് നമ്മൾ കോട്ടക്കൽ, പുത്തനത്താണി, വെട്ടിച്ചിറ ഭാഗത്തേക്ക്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് വെട്ടിച്ചിറ അങ്ങാടി കഴിഞ്ഞാൽ ഉടനെ കാണുന്ന ആ മനോഹരമായിട്ടുള്ള വലിയ വീട് അല്ലെ. ഒരുപാട് വർഷം 1995 ഇതിന്റെ പണി. അന്ന് പെട്രോൾ പമ്പിന് വേണ്ടി ലാൻഡ് എടുത്തതാണ് ശരിക്കും അന്നത്തെ OK ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ. ആ വീടിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് ശരിക്കും എന്നെ ചെറുത്താറിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അതിന്റെ ഒരു അവസരം കിട്ടി ആ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. അവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ ആ വീടിന്റെ ഡീറ്റെയിൽ കാണിക്കുന്ന ഒരു പുതിയൊരു വീട്ടിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യാം. താങ്ക് യു. നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്ന ഈ വീട് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർക്ക് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല, എറണാകുളം പോകുന്ന ആളുകൾ ഒക്കെ ശരിക്ക് പല പ്രാവശ്യം ശരിക്കും NH-26 വെട്ടിച്ചിറയുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് ഇതിലേക്കൊരു നോട്ടം പതിക്കാത്ത ആരും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ തൊട്ടിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും കുഞ്ഞുനാൾ തൊട്ടിട്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചതാണ്. 1994 അന്നത്തെ OK ഹാജി, ഓണത്തുകാട്ടിൽ തേനുട്ടി ഹാജി എന്ന് പറയുന്ന ആ മനുഷ്യൻ വിദേശ രാജ്യങ്ങളിലായിരുന്നു അക്കാലത്ത് അയാൾ ജോലി. അയാൾ ലണ്ടനിലായിരുന്നു. എൻ്റെ സ്റ്റോറിയാണ്. ആ കാലത്ത് ശരിക്കും അവിടുത്തെ ലണ്ടനിലുള്ള ഒരു മാതൃകയിൽ കാലം ശരിക്കും ഓർക്കണേ. ഇപ്പോഴത്തെ 2020 അല്ലെങ്കിൽ 22 നൂറ്റാണ്ടല്ല ശരിക്കും. 2022 24 അല്ല, 1994 ശരിക്കും ഇങ്ങനൊരു വീടിൻ്റെ പ്ലാൻ. 94 ആ വീടിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്തു. NH-26 അടുത്തുള്ള സ്ഥലം ശരിക്കും അന്നൊരു പെട്രോൾ പമ്പിന് വേണ്ടിയായിരുന്നു 1994 OK ഹാജി, ഓണത്തുകാട്ടിൽ തേനുട്ടി ഹാജി എന്ന് പറയുന്ന ആ ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ ശരിക്കും. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് എണ്ണപ്പെട്ട വലിയ വീടുകളിൽ പെട്ട ഒരു വീട് ശരിക്കും വെട്ടിച്ചിട്ടുള്ള ഒരുപാട് ശ്രദ്ധ നേടിയ, ഒരുപാട് കോൺട്രവേഴ്സി, ഒരുപാട് ആളുകൾ വിസ്മയം, ഇതിൻ്റെ ഒരു വാസ്തുശില്പം ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി അന്ന് ലണ്ടൻ മാതൃക, വിദേശ രാജ്യ മാതൃകയിൽ നമ്മളെ കേരളത്തിലൊരു വീട് ഒക്കെ ആ മനുഷ്യൻ്റെ ദീർഘവീക്ഷണമാണ്. 2000 പിന്നീട് അതിൻ്റെ ഉടമസ്ഥാവകാശം മാറി വേറൊരാളിലെത്തുന്നത്. ഇന്നത്തെ ഈ നിമിഷം അതല്ലെങ്കിൽ ഞാൻ ശരിക്കും NH-26 ഷൂട്ടിംഗ് ആയിട്ട് ഇങ്ങനെ വട്ടപ്പാറ വളവ് ഷൂട്ട് ചെയ്ത് ആ ഭാഗത്തോട് വെട്ടിച്ചിറ ഭാഗത്തോട് വരുന്ന സമയത്ത് കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടു, സംസാരിച്ചു. അവരുമായിട്ടുള്ള സമ്പർക്കത്തിലാണ് ശരിക്കും ഇങ്ങനൊരു ആശയം, ഈ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് സംസാരം. അപ്പോൾ അനുമതി കിട്ടി ശരിക്കും ഇങ്ങനെ ഒരു ഡ്രോൺ വിഷ്വൽ എടുക്കാൻ. പലപ്പോഴെപ്പോഴോ ചെറുപ്പത്തിലൊക്കെ മുമ്പിലൂടെ ആദ്യകാലത്തൊക്കെ എറണാകുളം പോകുന്ന സമയത്ത്, ആദ്യകാലങ്ങളിൽ എറണാകുളം പോകുന്ന തുടക്കകാലങ്ങളിലൊക്കെ ഈ വീട്ടിലേക്ക് ഇങ്ങനെ കണ്ണു നോക്കാറുണ്ട്. ശ്രദ്ധ എന്തായിരിക്കും, അതിൻ്റെ ഉള്ളെന്തായിരിക്കും, എങ്ങനെയായിരിക്കും, വളരെ കൗതുകത്തോടെ അല്ലെങ്കിൽ വളരെ അതിശയത്തോടെ വിസ്മയമായി ശരിക്കും നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ തന്നെ ആയിരിക്കും മറ്റുള്ളവരും. ഒരുപാട് ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ശരിക്കും ഞാൻ ഈ പറയുന്ന സ്റ്റോറി. മിക്ക ആളുകളിലും അല്ലെങ്കിൽ എൻ്റെ നാട് കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലക്കാർക്കൊക്കെ ഒരുപാട് ഈ വെട്ടിച്ചിറയുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് അടുത്തറിയാനും കാണാനും എൻ്റെറായിട്ട് കാണാനും ആഗ്രഹം പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ ഒരു അവസരമാണ് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം വട്ടപ്പാറ വളവ് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അവരെ സഹായത്തോട് കൂടിയിട്ടാണ് ശരിക്കും ഇങ്ങനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നത്. അവരാണ് ശരിക്കും എൻ്റെ NH-26 വർക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ ഒരു ഭംഗി നോക്കി ശരിക്കും വളരെ നീറ്റായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ആണ് ഇതിൻ്റെ ലൈറ്റിങ്. ഏകദേശം ഒരു 6:30-7 മണി ഇരുട്ട് വീഴുന്ന സമയത്തോട് കൂടിയിട്ടാണ് എനിക്ക് വിഷ്വലി ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. കാരണം അവിടുത്തെ കഴിഞ്ഞ് ലൈറ്റ് പോയതിന് ശേഷമാണ് ഞാൻ വളാഞ്ചേരി വട്ടപ്പാറയിൽ നിന്ന് തിരിച്ചിങ്ങനെ പുത്തനത്താണി ഭാഗത്തേക്ക് വരുന്നത്. അപ്പം ഈ ഭാഗത്ത് നിന്ന് ഞാൻ എൻ്റെറായിട്ട് കാണിക്കുന്നുണ്ട് ആ വീട്. ശരിക്കും ഇനി ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണാൻ ശരിക്കും വേറൊരു വീഡിയോ കാണണ്ട. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് ഇൻറ്റീരിയറില്ല. ഞാൻ ഇൻറ്റീരിയർ ഉള്ളിലൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് തീർച്ചയായിട്ടും. എനിക്ക് ഭയങ്കര എത്രത്തോളം ഈ വ്യൂവേഴ്സ് ഉണ്ടാവും, ഈ വീഡിയോക്ക് എത്രത്തോളം കാഴ്ചക്കാരുണ്ടെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം NH-26 കാണിക്കുന്ന ഈ റൂട്ടിൽ അധികം ആളുകളും റീച്ച് കിട്ടുന്നത് അങ്ങനത്തെ ഒരു വീഡിയോക്കാണ്, അതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കാനാണ്. ശരിക്കും ഇത് ഇങ്ങനെ മുമ്പിലൂടെ പോയപ്പം എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സംഗതി വീഡിയോ ആക്കണം. കാരണം നമ്മളെപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സൈറ്റ്മെൻറ്റ്, അത് റോഡിൻ്റെ ആണെങ്കിലും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന വിഷ്വലാണെങ്കിൽ കൂടെ ഇതിന് എന്ത് ചെയ്യുക, നമുക്ക് വ്യൂവേഴ്സിലേക്ക്, നിങ്ങളിലേക്കല്ലാണ്ട് പിന്നെ ആരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഷൂട്ട് ചെയ്യുക, അതിനൊരു സ്ക്രിപ്റ്റ് പറയുക, അതിനൊരു കമൻട്രി പറയുക, അതെന്ത് ചെയ്യുക, അത് മനോഹരമായിട്ടുള്ള വിഷ്വൽ കാണിക്കുക അല്ലേ. നമുക്ക് ശരിക്കും ഇതിലൂടെ മുമ്പിലൂടെ പോകുമ്പോൾ ശരിക്കും ഇങ്ങനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് പല ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡ്രോണിൻ്റെ സഹായത്തിൽ ഈ വിഷ്വൽ ഒറ്റ ഫ്രെയിമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ഇതിനൊരു ആകാംക്ഷ ഉണ്ട്, എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഇനി കാണിക്കാൻ പോകുന്ന ഒരു വിഷ്വൽ ഒന്ന് കാണാൻ ശരിക്ക് ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയം അല്ലേ. പടിഞ്ഞാറൻ ചക്രവാളങ്ങൾ ഇങ്ങനെ ചുവന്നിങ്ങനെ നിൽക്കുകയാണ് ശരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ആ വീട്ടിലേക്കുള്ള കാഴ്ചയിലേക്ക് ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ കൊണ്ടുപോയാൽ
റോഡിൻ്റെ വോക്കിൽ അവിടെ ആ മെർജിങ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താൽക്കാലികമായിട്ടുള്ള മെർജിങ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെനച്ചെറുത്താൻ്റെ വോക്കിൻ്റെ അപ്ഡേറ്റ്സും കാണാം. അതിനോടൊപ്പം നിൽക്കുന്ന അല്ലേ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു കൊട്ടാരം ശരിക്കും ഇതിൻ്റെ വീഡിയോ ഇതിനെ വർണ്ണിച്ചാൽ ശരിക്കും ഇത്രയും ഒരു 5-10 മിനിറ്റൊന്നും മതിയാവില്ല. ഇപ്പോഴത്തെ ഇതിൻ്റെ ഉടമസ്ഥൻ പടിയത്ത് ബഷീർ എന്ന വ്യവസായ പ്രമുഖനാണ്. ഇവരാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഇവിടെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ഇവരാണ്, ഡീറ്റെയിൽ തന്നവരാണ്. ഇവരുടെ കൂടെ ഒരു സഹായത്താലാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. നമ്മൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക്